ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നിഷ കൃഷ്ണൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആക്റ്റീവ് ലിസണിങ്ങിനെ കുറിച്ചിട്ടാണ്. ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമ്മൾ ആക്റ്റീവായിട്ട് ലിസണിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു കോൺവെർസേഷനിൽ നമ്മൾ ആക്റ്റീവായി ലിസൺ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പ്രതികരണങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും. അതായത് ഇപ്പോൾ ഒരാൾ നമ്മളെ ട്രിഗർ ചെയ്യുകയാണ്, അതായത് നമ്മൾ ആങ്കർ വരുത്തുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ശാന്തമായിട്ട് പെരുമാറാൻ പറ്റും. നമുക്ക് ഒന്ന് പോസ് ചെയ്യാനും ഒന്ന് ചിന്തിച്ച് ഉത്തരം പറയാനും വേണ്ട ഇടത്ത് മൗനം പാലിക്കാനും ഒക്കെ ആക്റ്റീവ് ലിസണിങ് സഹായിക്കും. സോ എല്ലാവരും ആക്റ്റീവ് ലിസണിങ് പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ പേഷ്യൻസോട് കൂടി അത് കേൾക്കാൻ ശ്രമിക്കുക. ആദ്യം ശ്രമിക്കുമ്പോഴൊന്നും നമുക്ക് സാധിച്ചു എന്ന് വരില്ല. നമുക്ക് ചിന്തകൾ വരും, നമുക്ക് പെട്ടെന്ന് ഉത്തരം പറയാനുള്ള ടെൻഡൻസി വരും. മറ്റുള്ളവരെ നമ്മളെ ട്രിഗർ ചെയ്യുമ്പോൾ അതിന് ഉത്തരം കൊടുക്കാനുള്ള ടെൻഡൻസിയും ഒക്കെ വരും. പക്ഷേ നമ്മൾ കൂളായിട്ട് കാമായിട്ട് നമ്മൾ ആക്റ്റീവായിട്ട് ലിസണിങ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനുള്ള കപ്പാസിറ്റി താനേ വരും. പ്രാക്ടീസിലൂടെയാണ് എന്തും സാധ്യമാവുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യും.